മാഷേ നമസ്കാരം. നമസ്കാരം. മാഷേ ഇന്നലെ ചെന്നൈയിലെ കരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായ ഒരു ദുരന്തം മലയാളികളെ സംബന്ധിച്ച്, തമിഴ്നാട്ടുകാരെ മാത്രമല്ല മലയാളിയെ സംബന്ധിച്ചും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വലിയ വേദനയും സങ്കടവും ഉണ്ടാക്കുന്ന ഒന്നാണ്. അവിടെ നടന്ന ദുരന്തം മാഷും വായിച്ചിട്ടുണ്ടാവുമല്ലോ. നടൻ വിജയിയുടെ ടി വി എസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു മഹാറാലി സംഘടിപ്പിക്കപ്പെടുന്നു. ആ റാലിയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 36 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരു വലിയൊരു സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഇനിയും എത്രയോ പേര് പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലുണ്ട്, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായി ശ്രദ്ധയില്ലാതെ നടക്കാത്തത് എന്ന് എനിക്കെപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പഴയ കാലത്തിലേക്ക് നോക്കിയാൽ കൊല്ലം ജില്ലയിലെ ഒരു വലിയൊരു കരിമരുന്ന് പ്രയോഗം നടക്കുമുണ്ടായ വലിയൊരു അപകടം, ആ അപകടം ശരിക്കും നമ്മളെ മുന്നിൽ ഒരു വലിയ പാഠമായിട്ട് കിടക്കുന്നുണ്ട്. തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രോഗ്രാം നടക്കുമ്പോൾ ഉത്സവം കാണാനായി തിങ്ങിക്കൂടിയിരിക്കുന്ന ആളുകൾ റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ വരുന്നത് അറിയാതെ അവിടെ ട്രെയിൻ തെറ്റി മരിച്ച അപകടം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് മുന്നിൽ ഒരു പാഠമായിട്ട് ഉണ്ട്. കേരളത്തിൽ ഇത്തരം ആൾക്കൂട്ട ഒരുമിച്ച് ചേരുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പൊതുവെ ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം വെച്ചാൽ നമുക്കൊരു മികച്ച മാതൃകയായിട്ട് തൃശ്ശൂർ പൂരം എത്ര സംഘടിതമായിട്ട് ആണ് അത് നോക്കൂ, അവരതിനെ ഓർഗനൈസ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകുന്ന ഒരു പൂരം എല്ലാ വർഷവും എന്നവണ്ണം നടക്കുന്നത്, ഒരപകടം പോലും ഉണ്ടാവാതെ എല്ലാവിധത്തിലുള്ള മുൻകരുതലും എടുത്തുകൊണ്ട് പോലീസ് സംവിധാനങ്ങളും ഭരണകൂടവും ഒക്കെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആ സമയത്ത് ഇപ്പം ടി.പി. സെൻകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് അദ്ദേഹം FBയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വായിച്ചു. വളരെ ശ്രദ്ധേയമാണത്. എന്തുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങളിൽ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നത്, മുൻകരുതൽ എടുക്കേണ്ടത് എന്തൊക്കെ തരത്തിലാണ്. അപ്പോൾ അദ്ദേഹം ഈ തരത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഈ വർഷം തന്നെ നടന്നൊരു IPL മത്സരത്തെ തുടർന്ന് അതിൻ്റെ വിക്ടറി ആഘോഷങ്ങൾ നടക്കുമ്പോൾ അവിടെ ആൾക്കൂട്ടം ഇടിച്ചു കയറി. ഈ താരങ്ങളും ഇത്തരത്തിലുള്ള കായിക താരങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇടിച്ചു കയറുന്നതിൻ്റെയൊക്കെ ഒരുപാട് 11 പേരോളം മരിച്ചു. നമുക്കിപ്പോൾ ഇതൊരു വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം കേരളത്തിൽ മെസ്സിയെ പോലെ ലോകപ്രശസ്തനായിട്ടുള്ള, എക്കാലത്തെയും ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ ഒരാൾ അവരുടെ ടീം ഇവിടെ കളിക്കാൻ വരികയാണ്, ഇന്ത്യയിൽ വരുന്നുണ്ട്. അതും കൊച്ചിയിലാണ്. കൊച്ചിൻ സ്റ്റേഡിയത്തിൽ, കലൂർ സ്റ്റേഡിയത്തിലാണ് ആ സൗഹൃദ മത്സരം നടക്കുന്നത്. 1000 അല്ല 10,000 അല്ല ലക്ഷങ്ങൾ ഒഴുകിയെടുത്തുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുവേണ്ടി എത്രത്തോളം നമ്മൾ സംവിധാനങ്ങൾ ഒരുക്കണം. കാര്യം നമ്മുടെ ഉമാ തോമസിനെ പോലുള്ള ഒരു MLA ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് ഇത്തരം സംവിധാനങ്ങളൊന്ന് പൊളിഞ്ഞ് താഴെ വീണ് പരിക്ക് പറ്റി അവർ അത്ഭുതകരമായിട്ട് അവർ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ മുൻകരുതൽ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടുക കൂടിയല്ലേ മാഷേ ഈ കാര്യങ്ങൾ കാണിക്കുന്നത്? തീർച്ചയായിട്ടും റോബിൻജി പറഞ്ഞ എൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക് 2-3 ഒന്ന് പ്രധാനപ്പെട്ട നമ്മുടെ ജാഗ്രത വേണം എന്ന് നമ്മുടെ മനസ്സ് പറയുന്നു. 2 വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. ഒന്ന് തമിഴായതുകൊണ്ട് മാത്രമല്ല, തമിഴ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു അമ്മയാണ്. തമിഴ് ഭാഷയിലും വളരെ അടുത്താണ്. മാത്രമല്ല ഇപ്പോൾ പണ്ടില്ലാത്ത വിധം തമിഴ് കൾച്ചർ, സിനിമയായാലും എല്ലാ അർത്ഥത്തിലും പൊളിറ്റിക്സ് ആയാലും ഒക്കെ നമ്മളോട് കുറെ കൂടി അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞൊരു കാലമാണ്. പരസ്പരം എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൗതുകരമായിട്ട് തോന്നിയത്, രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ആളുകൾക്ക് ഈ പഴയ വീരാരാധന ഇല്ല എന്ന് പതുക്കെ വന്നു തുടങ്ങിയൊരു കാലത്താണ്. ഈ തമിഴ്നാട് ഒരു പുതിയ വെച്ചാൽ തമിഴ്നാടിൻ്റെ ഒരു പഴയ പ്രതാപം പോലെ അങ്ങനെയൊന്നും വിജയ്ക്ക് അത്ര അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സമയത്ത് ഭീകരമാണ്. അത് 2 കാര്യം, പോസിറ്റീവായിട്ടൊരു കാര്യമുണ്ട്. നിലവിലുള്ള സിസ്റ്റത്തിനെതിരായി ഉള്ള ആളുകളുടെ ഒരു ചിന്തയുണ്ട്, റെസിപ്രോക്കലായിട്ടുള്ള ഒരു ചിന്തയുണ്ട്. അതാണ് ഒരു കറക്റ്റീവായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്, ഈ മനോഹരമായ മുദ്രാവാക്യങ്ങളെക്കാളും ആകർഷകമായ കൊടിതോരണങ്ങളെക്കാളും ആളുകൾ ആഗ്രഹിക്കുന്നത് പിന്തുടരാൻ പറ്റിയ ഒരു കാൽപാദം ഉണ്ടോ, ഒരു റോൾ മോഡൽ ഉണ്ടോ എന്നാണ് എപ്പോഴും. തമിഴ്നാട്ടുകാരെ എന്നും നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് MGRൽ നിന്ന് ജയലളിത വഴി, കരുണാനിധി വഴി ഇപ്പോൾ സ്റ്റാലിനിലെത്തി നിൽക്കുന്നത്, നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ വിജയ് ഒരു പ്രതീക്ഷയാണ്. സത്യത്തിൽ എനിക്ക് ഇത് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ആലോചിച്ച് നോക്കൂ. അദ്ദേഹം നടത്തിയ ആദ്യത്തെ റാലിയാണ്, ആദ്യത്തെ പൊളിറ്റിക്കൽ റാലിയാണ്, പുതിയ പാർട്ടിയാണ്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ ജനങ്ങൾക്ക്. നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ട, ഒരു ലീഡറെ വിലയിരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തെ എങ്ങനെ വിലയിരുത്തുന്നു അത് വളരെ ക്രിട്ടിക്കലാവും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ. അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അതും ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നപ്പോൾ ആ മൂവ്മെൻറ്റിന് ആദ്യത്തെ റാലിയിൽ ഉണ്ടാകുന്ന തിരിച്ചടി, സത്യത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ചെറിയ സങ്കടം ഉണ്ട്. അത് റാലി പരാജയപ്പെട്ടതിൽ പോലും അത് ഒരു പക്ഷേ ഇനിയിപ്പോൾ വിജയ്ക്ക് എന്തെല്ലാം തരത്തിലുള്ള തിരിച്ചടികൾ വരാം.
അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ. ഒരു ഡിസ്കഷൻ നടക്കുന്നത് അത് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് മറ്റെന്തെങ്കിലും തരത്തിൽ ചെയ്തതാണോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകളാണോ, അന്വേഷണം നടക്കട്ടെ സാർ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കണ്ടെടുത്തോളം അത് ആളുകൾ കാണിച്ച ജെനുവിനായ ആവേശം തന്നെയാണ്. തീർച്ചയായിട്ടും അമിതമായ അപ്രതീക്ഷിതമായ ആവേശം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൗണ്ടിൽ പരമാവധി കൊള്ളാവുന്നതിൻ്റെ ഒരു കണക്കുണ്ടാവും. അത്രേ പോലീസ് പോലും പ്രതീക്ഷിച്ചിട്ടുള്ളൂ, അദ്ദേഹത്തിന് അനുയായികളും പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനെ കടത്തിവെട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് എടുക്കാവുന്ന ഒരു കാര്യം, ഈ ക്രൗഡ് നമ്മളെങ്ങനെ ഇപ്പോൾ തമിഴ്നാട്ടിൻ്റെ ചരിത്രത്തിലും ഈ രാഷ്ട്രീയമായ റാലിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ്. ഇപ്പോൾ ചരിത്രത്തിൽ പറയുന്ന നോട്ട് ചെയ്യപ്പെട്ടൊരു സംഭവം 2005 ജയലളിത ജനങ്ങൾക്ക് വലിയ തോതിൽ ഗിഫ്റ്റുകൾ, സമ്മാനങ്ങളും ആനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടി വിളിച്ചു കൂട്ടിയ വലിയ യോഗത്തിൽ ഇതുപോലെ സ്റ്റാമ്പീഡ് ഉണ്ടായി. MGR നഗറിൽ വെച്ച്. MGR നഗറിൽ അത് അന്ന് ജയലളിതയാണ് 2005. അതാണ് ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പൊളിറ്റിക്കലായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ കുംഭമേളയിൽ ഉണ്ടായിട്ടുണ്ട്, കുംഭകോണത്തുണ്ട്, അതെ, രണ്ടിടത്തും ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ മതപരമായ ഭക്തിയുടെ ആവേശത്തിലും ആളുകളുടെ തള്ളിത്തിരക്കിൽ, ഈവൻ ഹജ്ജിലുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും മക്കയിലെ ഹജ്ജിലുണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത. നമുക്ക് ഇതുപോലെ അമ്പലമേട്ടിലുണ്ടായില്ലേ, മകരവിളക്കിന് ശേഷം പുൽമേട്ടിൽ ഇതുപോലെ വലിയ തിക്കും തിരക്കുണ്ടായി. ശബരിമലയിൽ നേരത്തും പ്രതീക്ഷിക്കാവുന്ന ഒരു സാധനമാണ് ശബരിമലയില്. അപ്പോൾ അവർക്കൊക്കെ സത്യത്തിൽ നമ്മുടെ എല്ലാ മേഖലയിലുമുള്ള ആൾക്കൂട്ടത്തെ മാനേജ് ചെയ്യുന്നതിൽ, ക്രൗഡ് മാനേജ്മെന്റിൽ വലിയ പാഠമാണത്. ഇപ്പോൾ വലിയ പാഠമാണ്, വലിയ ജാഗ്രതയാണ്. സാറ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മുമ്പിലുള്ളത് മെസ്സിയുടെ വരവാണ്. ഒരു ചെറിയ വരവ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കൊച്ചിയിൽ വന്ന് കളിക്കുമ്പോൾ മാത്രമാവില്ല. മെസ്സി ഫ്ലൈറ്റിലല്ലാതെ ബൈ റോഡ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പ്രശ്നമായിരിക്കും. അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ളത് ഫുട്ബോളിന്റെ ഇന്ന് ഉള്ള ദൈവമാണ്. തീർച്ചയായിട്ടും ഫുട്ബോളിന്റെ ദൈവം എന്നൊക്കെ പറയുന്നത് ഈ റോബിൻജിക്ക് അറിയാലോ, മലബാറിൽ പ്രത്യേകിച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. മാഷയുടെ നാട്ടിലാണ് അതിന്റെ കേന്ദ്രം. അതെ തീർച്ചയായിട്ടും കൊണ്ടോട്ടി ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. മൂലയിലും ഒരു അടി വ്യത്യാസത്തിലാണ് ഫ്ലക്സുകൾ. അതെ, ഞാൻ ശ്രദ്ധിച്ചത് ഈ കുട്ടികൾക്കൊന്നും, ഞാൻ ഈ കൊണ്ടോട്ടിയിലെ മലപ്പുറത്തേക്ക് ഒരു ഫുട്ബോൾ ഭ്രാന്ത് കാണുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. ഇവർക്കൊക്കെ ഈ ഞാനൊരു അറ്റ്ലസ് കൊടുത്തിട്ട് ഈ അർജന്റീന എവിടെയെന്ന് വെച്ചാൽ അവർക്കറിയില്ല. പക്ഷേ നമ്മളൊരു കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിനിടക്ക് അർജന്റീന സാമ്രാജ്യം കാണാം, ബ്രസീൽ കാണാം, ഇംഗ്ലണ്ട് കാണാം, ഫ്രാൻസ് കാണാം, ഒക്കെ കാണാം. ഇവർക്ക് ഇത് എവിടെയാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. അവരുടെ ഹൃദയ കൊട്ടാരത്തിൽ അവരിങ്ങനെ ഈ വരച്ചു വെച്ച. അത് നമ്മുടെ കേരളത്തിലെ തെക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് അത് ഒരുപക്ഷെ അറിയില്ല, അവർക്ക് എളുപ്പമല്ല. അത് ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പമല്ല, ഭീകരാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഹൃദയ കൊട്ടാരത്തിൽ വിരിയുന്ന സാമ്രാജ്യങ്ങളുണ്ട്. അതാണ് സത്യത്തിൽ നല്ല പ്രയോഗം. അതെ അത് ഭയങ്കരമാണ് സാർ. അത് ഞാൻ ഇതിന് സമാനമായ ചില ചിത്രങ്ങൾ എൻ്റെ യാത്രകൾ കണ്ടിട്ടുണ്ട്. ലിബിയയിൽ ഞാൻ ചെല്ലുന്ന സമയത്ത്, ട്രിപ്പോളിയിൽ കഷ്ടകാലത്തിന് അന്ന് അവിടെ ബോംബ് വീണ ദിവസമാണ്. ഈ കേണൽ മുഹമ്മർ ഗദ്ദാഫിക്കെതിരായുള്ള വലിയ സംഗതി നീക്കം നടക്കുന്ന സമയത്താണ്. രാത്രിയിൽ ഭക്ഷണമില്ല, ഒരു ബിസ്ക്കറ്റും ഒരു കുട്ടി കുപ്പി വെള്ളമായിട്ട് ഹോട്ടലിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരോ മലയാളത്തിൽ എന്നെ വിളിക്കുന്നു, അഹമ്മദ് മാഷല്ലേ, എവിടുന്നോ നമ്പർ സംഘടിപ്പിച്ച് അപ്പോൾ വിളിച്ചെന്തിനാന്ന് വെച്ചാൽ, സാറേ നാളെ ഇവിടെ ഓണാഘോഷമുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. മാത്രമല്ല ലിബിയയിലെ. അപ്പോൾ ഞാൻ ചീത്തയും വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്, ഇവിടെ മനുഷ്യൻ ബോംബ് വീഴാൻ നിൽക്കുന്ന സമയത്ത്, ജീവനും കൊണ്ടിരിക്കുന്ന സമയത്ത്, കർഫ്യൂ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓണമാണ്? ഒരു പറഞ്ഞ ഉത്തരം കേട്ട് ഞാൻ ചിരിച്ചു പോയി. അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, സാറേ ബോംബ് ഇവിടെ എന്നും ഉണ്ട്, ഓണം ഒരിക്കലേ ഉള്ളൂ, ഭീകരൻ. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഓണാഘോഷം നടക്കുന്നുണ്ട്. ഓണാഘോഷത്തിൻ്റെ ഒരു ഇസ്തറാണ്, കുറച്ച് നടന്നു വേണം പോകാൻ. അപ്പോൾ അവിടെ 24 പൂക്കളങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം അവിടെ 24 മലയാളി ഫാമിലി ഉണ്ട്. ജാതി മതമൊന്നും ഇല്ല, എല്ലാവരും ഉണ്ട്. അതിനകത്ത് ഈ പറഞ്ഞൊരു വർഗീസ് ഉണ്ട്, ഞാൻ നോക്കുമ്പോൾ ഒരു ഇബ്രാഹിം കുട്ടിയുണ്ട്. ഇവിടുന്ന് പോയി കുറച്ച് കുടുംബങ്ങളാണ്, അവർക്കൊക്കെ ഓണമുണ്ട്. ഞാൻ അത്ഭുതകരമായൊരു കാര്യം, ഞാൻ ലിബിയയിൽ പോകുന്നതിന് മുമ്പ് ലിബിയയെക്കുറിച്ചുള്ള 2-3 പുസ്തകങ്ങൾ വായിച്ചിരുന്നു. അപ്പോൾ ലിബിയയിൽ ഈ പൂക്കൾ വിരിയില്ല. ഞാൻ നോക്കുമ്പോൾ 24 പൂക്കളങ്ങളെ മനോഹരമായിട്ട് വെട്ടിത്തളങ്ങളും നോക്കൂ. ലിബിയയിൽ പൂക്കൾ വിരിയാത്തൊരു മണ്ണാണ് അവിടുത്തെ കാലാവസ്ഥ. മണ്ണിനും കാലാവസ്ഥയ്ക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ചിത്രം എന്താണെന്ന് വെച്ചാൽ, ഒറ്റ പൂക്കളവും പൂവുണ്ടല്ല. അവിടെ ഈ അറക്കപ്പൊടി ഉണ്ടല്ലോ, ഈർച്ചപ്പൊടിയിൽ ഈർച്ചപ്പൊടി, പലതരം മരങ്ങൾ, ലോകത്തിലെങ്ങുമുള്ള മരങ്ങളുടെ പല കളറുകളിൽ. വേറൊന്ന് മരുഭൂമിയിലെ മണ്ണ് പല കളർഫുള്ളാണ് കേട്ടോ. മരുഭൂമിയിലെ മണൽ ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ പലതരമാണ്. ഇപ്പം അതുപോലെ നമ്മളെ മാവുകളില്ല, അരിമാവ്, അതിലൊക്കെ ചായം കലർത്തി. ചുരുക്കി പറഞ്ഞാൽ പൂവല്ലാത്തതൊക്കെ പൂക്കളത്തിലുണ്ട്. എന്നിട്ട് എന്നോട് മാർക്കറ്റ് കൊടുക്കണം. ഞാൻ ഡിസൈനൊക്കെ നോക്കി മാർക്കറ്റ് കൊടുത്തു. ഞാൻ അന്ന് തീരുമാനിച്ചു,
നമ്മളിപ്പോൾ ഈ തമിഴ്നാട്ടിലെ പൂവണ്ടി വന്നില്ലെങ്കിൽ കേരളത്തിൽ ഓണം വിരിയുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പരിസ്ഥിതി അതെ മൗലികവാദ ചോദ്യം ഉണ്ടല്ലോ. അതെ യാതൊരു ശങ്കയില്ല. കാരണം പൂക്കൾ വിരിയാത്തൊരു ലോകം വന്നാൽ പോലും പൂക്കളം ഇടും നമ്മൾ. കാരണം അത് ആ പൂക്കളം മണ്ണിൽ വിരിയുന്നല്ല, അല്ല മനസ്സിൽ വിരിയുന്നതാണ്. അങ്ങനെ ചില സാമ്രാജ്യങ്ങളുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഇത്ര വലിയ തിരക്കുകൾ ഉണ്ടാകുന്നത്. വിജയ് നമ്മുടെ മനസ്സിലൊരു സിനിമാ നടനാണ്. റോബിൻജി സിനിമയിലുള്ള ഒരാൾ എന്നുള്ള നിലക്ക് വിജയിയെ ക്രിട്ടിക്കലായിട്ട് വിലയിരുത്താൻ പറ്റും. ഇപ്പം വിജയുടെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ എങ്ങനെയാണോ ആ സിനിമയെ സ്വീകരിക്കുന്നത് അതേ തീവ്രതയോടെയും അതേ ആരാധനയോടെയാണ് നമ്മുടെ ആളുകൾ. പക്ഷെ അതില് ഇപ്പോ റോബിൻജിയുടെ വിലയിരുത്തലും സാധാരണക്കാരായ ഒരു തമിഴന്റെ വിലയിരുത്തലും വേറെയാണ്. ആ പ്രയോഗം വളരെ കൃത്യമാണ്. ദൈവം തന്നെയാണ് അവർക്ക് വെള്ളിത്തിരയിൽ നിന്ന് അവർക്ക് നേരെ നീണ്ടുവരുന്ന കാരുണ്യത്തിന്റെ കൈകളാണ് വിജയ്. ആയിരുന്നല്ലോ. അപ്പോ ഇവരൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അണ്ണാദുരൈ തൊട്ടുള്ള അവരുടെ പാരമ്പര്യം. EV രാമസ്വാമി നായ്ക്കർ അങ്ങനെ നായകന്മാരുണ്ടാകുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ കണക്കിൽപ്പെടാതെ മനുഷ്യർ വരും. വന്നു കഴിഞ്ഞാൽ, കാരണം അത് നമ്മുടെ കണക്കിലല്ല, പോലീസിന്റെ കണക്കിൽ എത്ര പേര് വരും എന്ന് കണക്കൂട്ടിയിട്ടല്ല ആളുകൾ വരിക. അവർ ഉറക്കത്തിൽ എണീറ്റ് വരും. അവര് വിദൂര ദിക്കുകളിൽ നിന്ന് വാഹനം ഉണ്ടായാലും ഇല്ലെങ്കിലും വരും, ഒഴുകിയെത്തും. അങ്ങനെ എത്തുമ്പോൾ അവരുടെ മനസ്സിലുള്ള അവർ പ്രതിഷ്ഠിച്ച ദൈവങ്ങളെയാണ് കാണാൻ വരുന്നത്. അതെല്ലാ മേഖലയിലും ഉണ്ടാകും. സ്പോർട്സിലുണ്ടാകും, സിനിമയിലുണ്ടാകും, മതത്തിലുണ്ടാകും, രാഷ്ട്രീയത്തിലുണ്ടാകും. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ക്രൗഡ് മാനേജ്മെന്റിന് കുറെ കൂടി മാനുഷികവും മാനവികവുമായ മുഖം ഉണ്ടാകണം, ജാഗ്രത വേണം നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബന്ധപ്പെട്ട എല്ലാവരും ആലോചിക്കട്ടെ. നമ്മുടെ ഗവൺമെന്റ് വളരെ കാര്യമായി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അത് ഈ ആലോചന ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ കൂടിയാണ്. കാരണം ഒരു ദുരന്തം കഴിഞ്ഞിട്ട് വിലയിരുത്താൻ ആർക്കും പറ്റും. നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പണി എന്താ വെച്ചാൽ, ദുരന്തം വന്നാൽ പിന്നെ 2 ദിവസം അതുമായിട്ട് നടക്കും. 3-ാം ദിവസം വേറെ എന്തെങ്കിലും ഒരു സെൻസിറ്റീവ് ഐറ്റം കിട്ടിയാൽ അതിന്റെ പിന്നാലെ പോകണം. നമ്മളിപ്പോൾ പറയുന്നത് വിജയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, കരൂർ അല്ലേ, കരൂർ ജില്ലയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം നാളെ എറണാകുളത്തിന് മുന്നോടിയായി എറണാകുളത്ത് കാലേക്കൂട്ടി സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പാണ് ശരിക്കും പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ അതിൽ ചെറിയ പങ്ക് നമ്മളെ കൊണ്ടാവുന്ന വിധം നിർവഹിക്കുന്നു. അത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സേവനമാണ്. നമ്മുടെ രാജ്യത്തെ ഒരു മനുഷ്യനും ദുരിതം അനുഭവിക്കാതിരിക്കാനുള്ള കാരുണ്യ പ്രവർത്തനം കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്പോർട്സ് മിനിസ്ട്രി ഒക്കെ ഈ കാര്യം ശ്രദ്ധിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.